നമസ്കാരം. എറണാകുളത്ത് ഇടതിൻ്റെ ശക്തിയാകാൻ ഷൈൻ ടീച്ചർ. വടക്കൻ പറവൂരിലെ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ സജീവ സാന്നിധ്യമാണ് ഷൈൻ ടീച്ചർ. ടീച്ചറിലൂടെ എറണാകുളത്തെ വിജയിപ്പിക്കാനാണ് CPMൻ്റെ ശ്രമം. കൂട്ടലും കുറയ്ക്കലുമൊക്കെ കഴിഞ്ഞു. ഇനി ഔദ്യോഗികമായി സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുക്കുക എന്ന ഘട്ടത്തിലേക്കാണ് പോകേണ്ടത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തീ ആളിക്കത്തിക്കുവാൻ ഒരുങ്ങുന്ന LDFൻ്റെ സ്ഥാനാർത്ഥി ചിത്രം തെളിഞ്ഞു വന്നിരിക്കുകയാണ്. CPMൻ്റെ സർപ്രൈസ് പേരായിരുന്നു ഷൈൻ ടീച്ചർ. വടകരയിൽ KK ശൈലജ ടീച്ചർ കഴിഞ്ഞാൽ LDF സ്ഥാനാർത്ഥി പട്ടികയിലുള്ള ഏക വനിതാ സാന്നിധ്യം ഷൈൻ ടീച്ചറാണ്. പരമ്പരാഗതമായി എറണാകുളം പാർലമെൻറ്റ് മണ്ഡലത്തെ കോൺഗ്രസ് കോട്ടയാണ് സർവേ പ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നത്. കേരള സംസ്ഥാനം രൂപീകരണത്തിനു ശേഷമുള്ള മണ്ഡലത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം ഈ സിദ്ധാന്തത്തെ സാധൂകരിക്കുന്നുമുണ്ട്. 1967 CPI നേതാവ് V വിശ്വനാഥ മേനോൻ എറണാകുളത്ത് നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടതോടെയാണ് LDF ആദ്യമായി വിജയം നേടിയത്. ഇപ്പോൾ എറണാകുളം മണ്ഡലത്തിൽ അധികം അറിയപ്പെടാത്ത ഒരു മുഖവുമായാണ് വടക്കൻ പറവൂരിൽ നിന്നുമുള്ള ഒരു പൗരപ്രതിനിധിയെ ഇടതുമുന്നണി പരിചയപ്പെടുത്തുന്നത്. നോർത്ത് പറവൂർ മുനിസിപ്പാലിറ്റിയിൽ 3 തവണ കൗൺസിലറായി ഷൈൻ ടീച്ചർ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടി തുടങ്ങുന്നതിന് മുന്നോടിയായി BJPയെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടുള്ള ഒരു കാര്യം ഷൈൻ ടീച്ചർ സൂചിപ്പിച്ചിരുന്നു. വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം രാജ്യത്തിൻ്റെ മതനിരപേക്ഷത സംരക്ഷിക്കേണ്ട ആവശ്യകതയാണ്. നമ്മുടേത് ഒരു മതേതര ജനാധിപത്യ രാജ്യമാണ്. മതേതര തത്വങ്ങൾ BJP സർക്കാരിൽ നിന്ന് വലിയ ഭീഷണി നേരിടുകയാണ്. അത്തരമൊരു സാഹചര്യത്തിൽ ഇടതുമുന്നണിയുടെ നിലപാടുകൾക്ക് ദേശീയ പ്രാധാന്യവുമുണ്ട്. ഈ വിഷയം ഉയർത്തിക്കാട്ടിയാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. റെയിൽവേ വികസനം, അടിസ്ഥാന സൗകര്യ വികസനം, സ്ത്രീകളും യുവാക്കളും അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ തുടങ്ങി തൻ്റെ നിയോജക മണ്ഡലത്തിലെ പ്രത്യേക വിഷയങ്ങൾ പ്രചാരണ വേളയിൽ KJ ഷൈൻ ഉയർത്തിക്കാട്ടിയിട്ടുണ്ട്. തന്നെ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ചതിന് CPMന് പ്രത്യേക നന്ദി പറഞ്ഞ് ഷൈൻ ഇത് സ്ത്രീകൾക്കുള്ള അംഗീകാരം കൂടിയാണെന്ന് കൂട്ടിച്ചേർത്തു. തൻ്റെ സ്ഥാനാർത്ഥിത്വം അർത്ഥമാക്കുന്നത് പാർട്ടി തനിക്ക് വലിയ ഉത്തരവാദിത്തം നൽകിയതാണെന്നും അവർ പറഞ്ഞു.